ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളൊന്ന് വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് മഴ ഉച്ചവരെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അതുകൊണ്ട് വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ ഹൗസ് ഓണറിൻ്റെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മളെ കാർ ഇറക്കുവാണ്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് കാറിനകത്ത് ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യുന്നത് അറിയോ, എലികളൊക്കെ കയറി താമസിക്കാൻ തുടങ്ങി. ഇപ്പം അതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ച ആയിട്ടുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട്. എവിടെ പോകാനാ, തന്നെയും പിന്നെയും ആ മാർക്കറ്റ്, പിന്നെ വീട്, അതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്താ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് കണ്ടോ, ഇവിടെ അവർക്ക് BD ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹൗസ് ഓണറിന് അപ്പോൾ അതിൻ്റെ അതാ ഞാൻ കാണിച്ചത്. ഒരു ദിവസം ഞാൻ അതിൻ്റെ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം ഇവിടെ എങ്ങനെയാണ്. അപ്പോൾ ഇഷ്ടംപോലെ കൊച്ചു പിള്ളേർ വരെ ഇവിടെ വരുന്നുണ്ട് ജോലിക്ക്. അവധിയുള്ള ദിവസങ്ങളിലായിരിക്കാം, അധികം പണിയൊന്നും കാണൂലായിരിക്കും, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും ബാക്കിൽ ഇരിപ്പുണ്ട്. അങ്ങനെ വെറുതെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. കുറച്ച് നേരം ഒരു 10-20 കിലോമീറ്റർ ചുമ്മാ വണ്ടി ഓട്ടിക്കാം, വണ്ടി ഒന്ന് എൻജിൻ ചൂടാവും, അങ്ങനെ കൊണ്ട് പോയതാണ്. കാരണം എങ്ങും പോകുന്നില്ലല്ലോ, ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയി വന്ന ശേഷം പിന്നെ ഇവിടെ എങ്ങും പോകാനൊന്നും അധികം സ്ഥലങ്ങളൊന്നുമില്ല, കുറേ കാടുകൾ മാത്രമേ ഉള്ളൂ. മാർക്കറ്റിൽ പോകാൻ തിരിച്ചു വരാം, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലാതുകൊണ്ട് ഈ കാറിനകത്തിരുന്നാലും നല്ല ചൂടാണ്, AC ഇട്ടാലും ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ, ഇവിടെയൊക്കെ മീൻ വളർത്തുന്ന കുളമായിരുന്നു. ഇപ്പോൾ ആ കുളമെല്ലാം വറ്റിച്ച് ഇപ്പോൾ അവരവിടെ കണ്ടോ നെൽകൃഷി ഇട്ടേക്കുവാണ്. ഈ മഴയത്ത് ഇതാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞത്. ഇത് മാറുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെയും അവർ മീൻ കൃഷി ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇവിടെയൊക്കെ ഫുള്ള് മീൻ കൃഷിയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പം നെല്ലും അതുപോലെ തന്നെ ഉഴുന്ന്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെന്തൊക്കെയോ അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, പക്ഷേ ഭയങ്കര വിലയാണ്. ഒന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര വിലയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വില കേട്ടോ. 380 ഇവിടുത്തെ നമ്മളെ ആപ്പിളിൻ്റെയൊക്കെ വില. പിന്നെ ഞാൻ ആപ്പിളിൽ നിന്ന് വാങ്ങിച്ചില്ല, ആപ്പിളൊക്കെ ഞങ്ങൾ വേറൊരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഗ്രേപ്സും അതുപോലെ തന്നെ പഴമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പം ഇവിടെ ഒരു ഡാമുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് വെറുതെ പോയിട്ട് വരാമെന്ന്. അവിടെ അങ്ങനെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ആളിന് വഴിയൊക്കെ മറന്നു. എപ്പോഴും ഒരു പ്രാവശ്യം കൂട്ടുകാരെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആളിന് സത്യം പറഞ്ഞാൽ വഴി അറിയത്തില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി അവസാനം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അവസാനം ഞങ്ങൾ ഒരു ഡാമിൻ്റെ ചെറിയൊരു മീൻ വളർത്തുന്ന കുളം പോലത്തെ കണ്ടു. അവിടെ ഫുള്ള് ഗ്രീൻ കളർ വെള്ളമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ അടുത്ത് എങ്ങാനും എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു, പക്ഷേ അത് അന്ന് ഞാൻ പോയപ്പോൾ ഈ വഴിയൊന്നും അല്ല പോയത്, ഇതൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെയും പോയി. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, എന്തായാലും എവിടെയെങ്കിലും പോവാം. എന്നിട്ട് അവസാനം നമ്മൾ എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടുത്തെ ലൊക്കേഷൻ ഇട്ട് തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പോയി നമ്മൾ ചെന്ന് കയറിയത് എവിടെയാണെന്ന് അറിയുമോ? നമുക്ക് മനസ്സിലാവുന്നേ ഇല്ലായിരുന്നു ഞങ്ങൾ എങ്ങോട്ടാണ് ചെന്ന് കയറുന്നതെന്ന്. അവസാനം നമ്മൾ ചെന്ന് കയറിയത് നമ്മൾ പോയ വഴി തന്നെ, അതായത് ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്നാണ് തിരിഞ്ഞു പോയത്. അവിടെ തന്നെ പിന്നെയും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു കയറി. അപ്പോൾ എൻ്റെ അടുത്ത് പറയണം നമ്മളിപ്പോൾ എവിടെ വന്നതെന്ന് മനസ്സിലായോ, നമ്മൾ പിന്നെ ആ സ്ഥലത്ത് തന്നെ വന്നെത്തിയത്. അങ്ങനെ പിന്നെ എന്താ ചെയ്യാനാ, പിന്നെ നമ്മൾ എന്തായാലും ആ ഡാം കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ പോയി. അപ്പോഴേ എൻ്റെ മോനും കിടന്ന് ചിരിക്കുമായിരുന്നു കേട്ടോ, അയ്യോ എന്ന് വെച്ചിട്ട്. അങ്ങനെയൊക്കെ നിന്നു. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ എന്തായാലും ആ സ്ഥലം കണ്ടുപിടിച്ചേക്കാമെന്ന് വിളിച്ച് കുറച്ച് മീനൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഡാമിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. അങ്ങനെ മീനൊക്കെ വാങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ നാട്ടിലെ മീനൊന്നും ഇവിടെ കിട്ടത്തില്ല കേട്ടോ. നമുക്കിവിടെ വളർത്തു മീൻ മാത്രമേ കിട്ടത്തുള്ളൂ. അതും ഫ്രഷ് മീനൊക്കെ കിട്ടും, അതായത് ഈ മരുന്നൊന്നും ഇടാത്ത നല്ല മീൻ കിട്ടും. ഇത് കടൽ മീൻ കിട്ടത്തില്ല, പക്ഷേ കടൽ മീനെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ബംഗാളിൽ വരുന്ന സമയത്ത് നമുക്കവിടെ കടൽ മീനൊക്കെ കിട്ടും. നമ്മളെ ചൂരയാണെങ്കിലും മത്തിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ വങ്കട, അയല, അങ്ങനെയുള്ള മീനൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കിട്ടത്തില്ല, എല്ലാം വളർത്തു മീനുകളാണ്. നമ്മൾ തിലോപ്പിയ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മറ്റേ വാള, പിന്നെ രൂയി, അങ്ങനെയൊക്കെയുള്ള കുറേ മീനൊക്കെ കിട്ടും. അങ്ങനെ കുറച്ചിങ്ങനെ കണ്ട് അങ്ങനെ പോകണം. ഇപ്പോൾ നമ്മൾ ഈ വഴിയാണ് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഈ റോഡിലാണ് നമ്മൾ ആദ്യമായിട്ട് മൽക്കാൻഗിരിയിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ കാടിൻ്റെ അകത്തൂടെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് കാടായിരിക്കും, ഇനി ഇവിടെ തന്നെയാണെന്ന്. പക്ഷെ വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും എല്ലാ ആൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് ഫുള്ള് കാടാണ്. പക്ഷേ എന്നാലും ഇത്രയും പച്ചപ്പും ഇത്രയും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നല്ല ചൂടാണ്.
മഴ പെയ്താലും കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂടാണ്. അതെന്താണ് കാരണമെന്ന് വെച്ചാൽ അറിയത്തില്ല. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ടൊന്നും പോയില്ല, ഇരുട്ടായതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിട്ടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ വെളിയിൽ നിന്ന് ആ കാണുന്നതാണ് വലിയ ഡാം കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ വഴിയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി കുറച്ച് ഇരുട്ടുന്നതിന് മുമ്പ് ഒരു ദിവസം പോകാമെന്നുള്ള രീതിയിൽ. ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു പിക്നിക് സ്പോട്ടെന്ന് പറഞ്ഞാൽ, വേറൊന്നുമില്ല. പിന്നെ ഒരു ശിവൻ്റെ ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു ഒരു മലയുടെ മണ്ടയിൽ, അല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പം ഇതൊക്കെയുള്ളൂ. അപ്പോൾ ഇത് പോവാം ഒരു ദിവസം ഒരു പിക്നിക്കായിട്ട് രാവിലെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പോവാമെന്നുള്ള രീതിയിൽ നമ്മളിങ്ങി വന്നു. അങ്ങനെ മീൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ വാങ്ങിച്ചായിരുന്നു, പക്ഷെ ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ, ചൂടൊഴിച്ചാൽ നല്ല രസമാണ് കാണാനൊക്കെ. നമുക്കിങ്ങനെ പിക്നിക്കിനൊക്കെ വന്നിട്ട് പോവാം, അത്രയൊക്കെ ഉള്ളൂ. എന്നുമൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, ജീവിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ കമൻറ്റും ചെയ്യണം കേട്ടോ. ഒരു ലൗറ്റ് ചിഹ്നമെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.